വീട്ടുകാരുടെ സമ്മതമില്ലാതെയായിരുന്നു ഇവർ ഒരുമിച്ച് ജീവിച്ചിരുന്നത്. പിന്നീട് ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തു. ലോകത്തിൽ നിന്ന് ലഹരി ഇല്ലാതെയായാൽ മദ്യരാക്ഷസന്മാർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റുമോ? ഇവിടെയുള്ള കള്ളു കച്ചവടം കൊണ്ട് നിമിത്തങ്ങൾ ശപിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കും നിങ്ങൾ രക്ഷപ്പെടില്ല എന്നേ പറഞ്ഞേ. കള്ളു കുടിക്കുന്നവൻ സെറ്റായിട്ട് നടക്കണം. പുതിയ തലമുറയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് കുത്തി കൊടവേറ് വെളിയിലിട്ടേക്കും. അങ്ങനത്തെ സ്കീമാണ്. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാക്കളായി മാറിയിരിക്കുക. എപ്പോഴും ദേശീയ അതല്ലേ കാണുന്നത് നിങ്ങൾ. ഇത് ഉപയോഗിക്കാൻ സാധനം കിട്ടാതെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ അടുത്തായിട്ട് ലഹരി ഉപയോഗങ്ങൾ കൂടുതലാവുകയും ഇപ്പോഴത്തെ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് സ്വന്തം ഉമ്മ, ജ്യേഷ്ഠൻ, അനുജനുമെന്നില്ലാതെ സ്വന്തം ഉപ്പാനെയും ഭാര്യയും മക്കളെയുമൊക്കെ കൊലപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ സമൂഹം എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. വളരെ ദുഃഖിക്കേണ്ടിയിരിക്കുന്നു, മാത്രവുമല്ല വളരെ ജാഗ്രത പുലർത്തേണ്ടതുമിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ന്യൂസ് എല്ലാവരും കേട്ടിട്ടുണ്ടാകാം. നിങ്ങൾക്കിതിനെ കുറിച്ചിട്ട് ബ്രീഫായിട്ട് പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്കറിയാം, യാസിറും അതേപോലെ ഷിബില എന്ന് പറയുന്ന രണ്ട് ഇണകൾ, എന്ന് വെച്ചാൽ ഹസ്ബൻഡും വൈഫ്, ഇവർ തമ്മിലുണ്ടായ ആ ഒരു വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അറിയാത്തവർക്ക് ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവർ രണ്ടുപേരും പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണം രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞ ശേഷം അവിടെ ഭർത്താവായ യാസിർ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ഭാര്യയ്ക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് കഴിഞ്ഞ് എന്താണെന്ന് പിടിയില്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഈ അടുത്തായിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞ ഒരു ന്യൂസാണ്. താമരശ്ശേരിയിൽ ആഷിഖ് എന്ന് പറയുന്ന ലഹരിക്കടിമയായ ഒരു സഹോദരൻ തൻ്റെ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തിയ ഒരു സംഭവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഭാര്യയ്ക്ക്, യാസിർ എന്ന് പറയുന്ന ഈ വ്യക്തി തൻ്റെ ഷിബില എന്ന് പറയുന്ന ഭാര്യയ്ക്ക് നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നത് ഇതിങ്ങനെ തുടർന്ന് പോകുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആഷിഖുമായിട്ടുള്ള ഫോട്ടോ യാസിറിൻ്റെത് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോഴാണ് ഇവർക്ക് ഏകദേശം മനസ്സിലായത്, അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ആയത്. അപ്പോഴാണ് ഇവനും ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. കൊലപ്പെടുത്തുന്ന സമയത്ത് പോലും തൻ്റെ ഭാര്യയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കൊലപ്പെടുത്തിയത്. എത്രത്തോളം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, തൻ്റെ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുക അല്ലേ. ഓക്കെ, ഏതായാലും അങ്ങനെ സ്വന്തം ഭാര്യയ്ക്ക് ഇത് മനസ്സിലായ ഭാര്യ തൻ്റെ ഉമ്മാനെ വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അവർ സമ്മതമില്ലാതെയാണ് ഇവർ കല്യാണം കഴിച്ചത്. മെയിനായിട്ട് ആ ഒരു പോയിന്റ് നിങ്ങൾ തിങ്ക് ചെയ്ത് വെക്കണം. ഉപ്പാനെ സമ്മതമില്ലാതെ ഇവർ ഒളിച്ചോടിയോ അല്ലെങ്കിൽ ഇവിടുന്ന് പോയിട്ട് രജിസ്റ്റർ മാരേജ് കഴിച്ചതാണ് ഈ ഒരു സംഭവം. അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് വരികയും അങ്ങനെ അവിടേക്കും വന്ന് ഈ യാസിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടേക്കും വന്ന് തൻ്റെ ഭാര്യയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആൾട്ടോക്കാരിലാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു. ആൾട്ടോക്കാരിൽ വന്ന് ഒരു പുതിയ കത്തി വാങ്ങിയിട്ടാണ് വന്ന് തൻ്റെ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുകയാണ്. അതേപോലെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ മുറിവുകൾ ഏറ്റിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞു നമ്മൾ ന്യൂസിൽ. നോക്കൂ നിങ്ങൾ, വളരെ പ്രധാനപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയം. ഇവിടെ നമ്മൾ 2 വിഷയമാണ് നമ്മൾ ചിന്തിക്കേണ്ടതിരിക്കുന്നത്. ഒന്നാമത്തത്, തൻ്റെ ഉപ്പയും ഉമ്മയും ഒരു പറഞ്ഞ വാക്കിനെ കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഷിബിലക്ക് ആ ഒരു അവസ്ഥ വരികയില്ലായിരുന്നു എന്ന്. മറ്റൊരു കാര്യം, ഈ ലഹരി എന്ന് പറയുന്ന ഏറ്റവും ദുർബലമായ ഈ ഒരു വസ്തു, ലഹരി എന്ന് പറയുന്നത്, ഇതിനെതിരെ നല്ല രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ കേരള ഭാഗത്ത് മൊത്തമായിട്ടും ഇത് നിഷേധിക്കണം എന്ന രീതിയിലൊക്കെ വാർത്തകളും പ്രചരണങ്ങളും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മക്കളടക്കം സ്കൂളിലേക്ക് പോയി ആ കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് ചെറിയ ചോക്ലേറ്റും എന്ന രീതിയിലാണ് അവർ വരുന്നത്. അത് കഴിച്ചുകൊണ്ടാണ് വരുന്നത്. അതിലൊക്കെ ലഹരികൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ലഹരികൾ ഉൽപ്പാദിച്ചിട്ടാണ് അവർ ചോക്ലേറ്റുകൾ ഉണ്ടാക്കി ചെറിയ ചെറിയ പിഞ്ചോമന മക്കൾക്ക് വരെ അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിൽപ്പനകൾ ഇപ്പോൾ കൂടുതലായി പോയിട്ടുണ്ട്. നിങ്ങൾ ജാഗ്രത പുലർത്തണം. നിങ്ങളുടെ കുട്ടികൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അസ്വസ്ഥതമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണയായിട്ട് ആ കുട്ടികളെ കാണുന്ന ടൈപ്പിലല്ല നിങ്ങളന്ന് കാണുന്നെങ്കിൽ നല്ല രീതിയിലൊന്ന് പരിശോധിക്കുക. കാരണം സ്കൂൾ വശത്തൊക്കെ ഇപ്പോൾ അധികമായിട്ടും ഇത്തരത്തിലുള്ള ലഹരികൾ വിൽക്കുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി കഴിഞ്ഞു. ആദ്യമൊക്കെ ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. പിന്നീട് ഇത് വേണമെന്നുണ്ടെങ്കിൽ പണം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ ഒരു പണത്തിനെ കൊണ്ടുവരാൻ വേണ്ടി ഈ കുട്ടികൾ നല്ല രീതിയിൽ വീട്ടിൽ കളവ് പറഞ്ഞും അതേപോലെ അവസാനമായിട്ട് കിട്ടാതെയാകുമ്പോൾ ദേഷ്യപ്പെടുകയും മാത്രവുമല്ല തൻ്റെ സ്വന്തം ഉപ്പയോ ഉമ്മയോ അനുജനെ എന്ന് നോക്കാതെ അവരെ കൊല്ലുകയും
അവരിൽ നിന്ന് പണം തട്ടിയെടുക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്നീടാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധാപൂർവ്വം നോക്കുകയും എന്താണ് അതിൻ്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്ന് അറിയുകയും ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം, അതേപോലെ ഉപ്പയും ഉമ്മയും ഇവരുടെ പൊരുത്തമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്നാണ്. ഷിബില എന്ന് പറയുന്ന പൊന്നു സഹോദരി ഇപ്പോൾ മരണപ്പെട്ടു. ഏകദേശം ചെറിയ വയസ്സിലാണ്, 5 കൊല്ലമോ എന്തോ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ശരിക്കും അറിയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. അത്രമേ ആയിട്ടുള്ള കല്യാണം കഴിച്ചിട്ട് 18 വയസ്സ് വരെ തൻ്റെ സ്വന്തം ഉപ്പയും ഉമ്മയും പോറ്റി വളർത്തി അവസാനം ഏതോ ഒരു ചെറുക്കൻ്റെ കൂടെ പോവുകയാണ്. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയുന്നതല്ല. യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ, സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നുള്ളത്. ആ ഉമ്മയും ഉപ്പയെ ധിക്കരിച്ചുകൊണ്ട് പോയതിൽ നമുക്കൊരിക്കലും നേട്ടം കിട്ടാൻ പോകുന്നില്ല. അള്ളാഹു ആ പൊന്നു സഹോദരിക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്തരത്തിലുള്ള ദുഃഖവാർത്തകൾ പല രീതിയിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ലഹരി തന്നെയാണ്. അള്ളാഹു ആ ലഹരിയെ തൊട്ട് നമ്മേവരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മയും നമ്മുടെ കുടുംബത്തിനെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതിനെതിരെ ശരിക്കും നിങ്ങളെല്ലാവരും പ്രതികരിച്ചേ തീരൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് അവസാനമായി എന്തൊക്കെയോ കടന്നു പോകുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭയാനകരമായ ഒരു ചിന്തിക്കേണ്ടതായ ഒരു വിഷയം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് കാലഘട്ടം കഴിഞ്ഞാൽ ഈ ലഹരിയൊക്കെ വ്യാപകമായി എല്ലായിടത്തേക്കും എളുപ്പത്തിൽ എത്താൻ വേണ്ടി കഴിയും. ഇതിനിപ്പോഴും പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഉസ്താദന്മാരും എല്ലാ ആൾക്കാരും ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ശക്തമായ ഒരു തീരുമാനം ഇതിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. അതുമാത്രമല്ല, മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവർ ലഹരിയുടെ വിഷയം വരുമ്പോൾ ചില ആൾക്കാരൊക്കെ മുസ്ലിം സമുദായത്തിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. എല്ലാവരെയും അല്ല, ചില ആൾക്കാർ മുസ്ലിം എന്ന് പറയും, അല്ലെങ്കിൽ മുസ്ലിമിനെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായ ചില ആൾക്കാർ അല്ലേ. അപ്പോൾ അവരൊക്കെ ഈ മുസ്ലിമീങ്ങളെ സമൂഹത്തിന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലഹരിയുടെ കൂടുതൽ ഉപയോഗിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. ലഹരി വിൽപ്പന നടത്തുന്നത് മുസ്ലിമീങ്ങളാണ്. എല്ലാത്തിൻ്റെയും പിന്നിൽ മുസ്ലിമീങ്ങളാണ്. മദ്രസ പഠിച്ചതായ കുട്ടികളാണ് ഇപ്പോൾ ലഹരി വിൽക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള അപപ്രചാരങ്ങൾ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇത് വീഡിയോ വളരെ ലെന്തിയായി പോകും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതിനെപ്പറ്റി കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദ് ഒരു ചെറിയൊരു ക്ലിപ്പിൽ എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. അതൊന്ന് നിങ്ങൾ കേട്ട് നോക്കിയേ. കുറച്ച് ഭാഗം മാത്രം, ഒരു മിനിറ്റും ഇല്ല, അത്രമാത്രം ഞാൻ കേൾപ്പിച്ചു തരാം. അതിൻ്റെ കൂടുതലായിട്ടുള്ള എല്ലാ വീഡിയോസും അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 19 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആണ്. നല്ല വയലായിരുന്നു അത്. എനിക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നിപ്പോയി. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത് എന്ന് തോന്നിപ്പോയി. നിങ്ങൾ ആ വയൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഭാഗം നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഔട്ട് ഓഫ് ഫാഷൻ അതൊക്കെ വാദ്യാപന്മാർക്കുണ്ടായിരുന്നു, അവരെ കൗണ്ടർ അടിച്ചു തീർന്നു. ഇപ്പൊ പിള്ളേർ നല്ല സെറ്റായിട്ട് നടക്കണം, പുതിയ തലമുറയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടിന് കുത്തി കൊടവേറ് വെളിയിലിട്ടേക്കും. അങ്ങനത്തെ സീമാണ്. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാക്കളായി മാറിയിരിക്കാം. എപ്പോഴും ദേശീയ അതിലെ കാണുന്നത് നിങ്ങൾ. ഇത് ഉപയോഗിക്കാൻ സാധനം കിട്ടാതെ വരുമ്പോൾ ഉമ്മാടെ താലിമാരെടുത്തു വിൽക്കും. വാപ്പാടെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചു മാറ്റും, സമ്പത്ത് അടിച്ചു മാറ്റും. കൂടുതലായിട്ട് ഉപയോഗം പിന്നെയും കൂടുകയാണ്. ദിവസം കഴിയുന്നതോറും അടിച്ചം കൂടുകയാണ്. 1-2 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നീട് അവന്റെ പല്ലുകൾ മുഴുവൻ കൊഴിയാൻ തുടങ്ങും. വായിക്കാത്ത ഒരൊറ്റ പല്ലുണ്ടാവില്ല, നേരെ ചുവള്ളൊന്നും ഉണ്ടാവില്ല. വേറെ രീതിയിലേക്ക് എത്തിപ്പെടുക. ആരോഗ്യമല്ല, ശരിക്കും എല്ലുകളൊക്കെ പൊടിയാണ്. ശരീരമാക്സരം ബലഹീനരായി. നമ്മുടെ മക്കളുടെ അവസ്ഥയാണ് പറയുന്നത്. പുതിയ തലമുറ, അടുത്ത ഒരു ജനറേഷൻ ഏത് കൊലത്തിലാകുമെന്ന് അല്ലാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. ഇത്തരത്തിലുള്ള പ്രതികരണവുമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ലഹരിയെ വിരോധിച്ചുകൊണ്ട് മുമ്പോട്ട് വരാൻ വേണ്ടി സാധിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവരെ വീഡിയോയോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്.